ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. നിങ്ങൾക്ക് കേൾക്കാൻ വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഞാൻ ഇവിടെ നമ്മുടെ കണ്ടൻറ്റ് ഷെയർ ചെയ്തിരുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് പ്ലാനിങ്ങിൻ്റെ ഒരു ഇന്ത്യയിലെ പ്ലാനിങ് നടന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു അസസ്മെൻ്റ് ആയിരുന്നു. നമുക്ക് പ്ലാനിങ്ങിൻ്റെ സ്ട്രാറ്റജി, അത് 5th വരെ പ്ലാൻ, അതുപോലെ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങിലേക്ക് 1991 92 വരുന്നു, അതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഇവാലുവേഷൻ ഓഫ് 5 ഇയർ പ്ലാൻസ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ. എന്താണ് ഇവാലുവേഷൻ ഓഫ് 5 ഇയർ പ്ലാൻസ്? അപ്പം എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ 5 ഇയർ പ്ലാൻ സക്സസ്ഫുൾ? എന്തൊക്കെ കാര്യങ്ങളിൽ സക്സസ് ആയിരുന്നു? വാട്ട് വർ ദി ഫെയിലിയേഴ്സ്? in which areas it was remarkable in raising the standard of living of the people, as well as realizing the objectives of the planning mechanism, etc. So evaluation of 5 year plans. The planning experiment in the country has completed more than 60 years now. The 12th 5 year plan is making continuous thrust, and the plan has been completed, and the entire planning mechanism has produced some sort of desirable effect, including economic growth, social justice, economic stability, etc. economic stability, etc. ഇതെല്ലാം ഈ പ്ലാനിങ്ങിൽ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞൊരു ഫേസ് 1990 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് വിച്ച് ഇസ് വെരി മോഡറേറ്റ്. ഓക്കെ. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർ ക്യാപിറ്റ നിന്ന് ആളോഹരി വരുമാനം അതൊരു 3.5% ഒക്കെ ഗ്രോത്ത് റേറ്റ് കൈവരിക്കുന്ന ഒരു മോഡറേറ്റ് ലെവലിനെയാണ് ഹിന്ദു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1951 തൊട്ട് 1991 വരെയുള്ള ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് അത്ര പോരായിരുന്നു. നേരെ തിരിച്ച് നമ്മൾ ഒരു പക്ഷേ 1992 ശേഷം 2017 വരെയുള്ള അത്ര ആ ഒരു 5 വർഷത്തെ ഈ 5 ഇയർ പ്ലാൻസിലെ ഗ്രോത്ത് റേറ്റ് ഭയങ്കര അത്യാവശ്യം ഇമ്പ്രസീവ് ആയിരുന്നു. ഓക്കെ. സോ വി ക്യാൻ സേ ദാറ്റ് ദ പ്ലാനിങ് എക്സ്പെരിമെൻറ്റ് വാസ് റിലേറ്റീവ്ലി സക്സസ്ഫുൾ ഓൺലി ആഫ്റ്റർ ദ ലോഞ്ച് ഓഫ് ഇക്കണോമിക് റിഫോംസ് ഓർ വെൻ ദി പ്ലാനിങ് പ്രോസസ് ഹാസ് ബീൻ ഡൈല്യൂട്ടഡ് ടു അക്കോമഡേറ്റ് ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറയണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ കാണുകയാണ് എന്താണ് അച്ചീവ്മെൻറ്റ്സ്. എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കീ ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ്, ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കീ ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ. ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ, റോഡ് ആൻഡ് റെയിൽവേസ്, telecom, electricity, mega irrigation projects. So all these were established mainly as a result of the planning experiment. The second 5 year plan was given importance to industrial sector, and the industrial sector achieved tremendous progress during that particular period. That was the second 5 year plan, 1956 to 61. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒരു സെക്കൻഡേ, പ്ലാനിങ്ങിൻ്റെ പെർഫോമൻസ് ഭയങ്കര മെച്ചപ്പെട്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, ഗ്രോത്ത് റേറ്റ് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. പ്ലാനിങ്ങിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇമ്പ്രസീവിനേക്കാൾ ഉപരി ഇൻഡസ്ട്രിയലൈസേഷന് ഭയങ്കര ഒരു ട്രസ്റ്റ് കിട്ടി. സെക്കൻഡ് 5 നമ്മൾ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി നമ്മൾ കണ്ടു. അപ്പോൾ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ശേഷം സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ കീ ഇൻഡസ്ട്രീനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1951 തൊട്ട് 1991 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ കീ ഇൻഡസ്ട്രീസും എസ്പെഷ്യലി ബേസിക് ഇൻഡസ്ട്രീസും ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം പബ്ലിക് സെക്ടറിനായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പല എലമെൻസും പ്ലാനിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റി. ഓക്കെ. ദാറ്റ് ഈസ് വൺ അച്ചീവ്മെൻറ്റ് റിഗാർഡിങ് 5 ഇയർ പ്ലാൻസ്. ഓക്കെ. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. പോട്ടെ. So second is beginning of industrialization in the country. The 5 year plans launched industrialization of the country. Several mega industries were started like Bell, Bharat Heavy Electrical Limited, SAIL, Steel Authority of India Limited, so HMD, Hindustan Machine Tools. All those industries were created during the industrialization process under the 5 year plan. Okay. The second industrial policy has given high importance to industrial sector. അപ്പോൾ കീ ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്തു, ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങി വെച്ചു.
Then creation of a strong public sector, setting up of a vibrant public sector with nearly 25% of India's GDP size. ഇന്ത്യയുടെ GDP 100 ആണെങ്കിൽ അതിൻ്റെ 25% ഇന്ന് പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, public sector, central public sector enterprises under like sale, so there are a lot of industries and entities like financial institutions including the LIC which comes under the public sector. So public sector tremendous growth, our creation growth ഇതെല്ലാം ഫയർ പ്ലാനിൽ നമുക്ക് സാധിച്ചു. അത് നമ്മളൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് അതിനെ കൂട്ടാം. The public sector performed a critical role in the development of the country throughout the planning period. Machineries, infrastructure and consumer goods were produced by the public sector. ഇതെല്ലാം ആര് പ്രൊഡ്യൂസ് ചെയ്തു? പബ്ലിക് സെക്ടർ പ്രൊഡ്യൂസ് ചെയ്തു. Now next positive outcome of the planning process was that it has given importance to social justice. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ പോവർട്ടി എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടി എലിമിനേറ്റ് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു എംപവർമെൻറ്റ് വരും, അല്ലേ? എന്തൊരു എംപവർമെൻറ്റ് വരും. ആ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ റിഫ്ലക്ടറായിട്ട് നമുക്ക് കൂടണം. സോ ഹൗ വി ക്യാൻ എൻഷുർ what we can say some sort of entirely non-economic or like social justice through an economic process like planning. Two things have to be introduced or achieved, that is elimination of poverty and elimination of unemployment. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് ഉണ്ടാവും? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവും എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ജസ്റ്റിസിന് 5 പ്ലാനിൽ പ്രാധാന്യം കിട്ടി. ദ 5 plans have given enough priority to social justice. The 5th 5 plan has launched several poverty eradication and employment generation programs. Okay, then development of the weaker sections, women, children, scheduled caste and scheduled tribe people, for them several programs were launched as per under the 5 plans, and disabled people were a major objective of the 5 plans, and several programs like intensive child development scheme, midday meal scheme, etc. were launched to achieve these goals. ഓക്കെ, അപ്പോൾ ഇവരെയൊക്കെ ഇപ്പം ഭയങ്കര നമ്മുടെ വീക്കർ സെക്ഷൻസ്, വിമന്, ചിൽഡ്രൻ, ഈ വീക്കർ സെക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല പ്രോഗ്രാംസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ പുവർ പീപ്പിളിനെ എന്ത് ചെയ്താൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ 5th 5 പ്ലാനിലൊക്കെ ഗവൺമെൻറ് കാര്യമായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ 5th 5 പ്ലാനിൽ ഒരു ഭയങ്കര ത്രസ്റ്റ് കിട്ടി. ഓക്കെ, ദ IRDP, National Rural Employment Guarantee Act, etc. have contributed in big for the balanced development of the rural area. അപ്പോൾ റൂറൽ ഏരിയയിൽ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ്, ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അർബൻ ഏരിയയിൽ പോലെ തന്നെ ഒരു മെച്ചം ആർക്കും കിടക്കണം, റൂറൽ ഏരിയയും കൂടെ കിട്ടണം. അപ്പോൾ അവരുടെ ആ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാംസൊക്കെ നമ്മളെ സഹായിച്ചു. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സോഷ്യൽ ജസ്റ്റിസ്. നൗ വെൻ വി ആർ കമ്മിങ് ടു അനദർ positive effect of fire planning process was that we achieved self-reliance in food production, mainly because of through the phenomenon of green revolution. അല്ലേ, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്ലാൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തോടി 1960s ഇൻട്രൊഡ്യൂസ് ചെയ്തോടി ഇന്ത്യയിൽ നമുക്ക് ഫുഡ് സെൽഫ് സഫിഷ്യൻസി കിട്ടിയെന്ന് പറയാം. അപ്പോൾ അത് പ്ലാനിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമാണ്. ഇന്ത്യ അച്ചീവ്ഡ് സെൽഫ് റിലയൻസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ 1970s. ദിസ് വാസ് because the government was launched green revolution and land reforms to increase productivity in the sector. മനസ്സിലാക്കുക, പ്രൊഡക്ടിവിറ്റി കൂടുതൽ പെർ ഹെക്ടർ ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പെർ ഏക്കർ എന്നാണ് ഈൽഡിൻ്റെ ഒരർത്ഥം. അപ്പോൾ ഈൽഡ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടി നമ്മുടെ പ്രൊഡക്ഷൻ കൂടി. ഇപ്പോൾ ഇന്ത്യയിൽ 305 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻസ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 305 മില്യൺ ടൺസ്. അത് നമ്മൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്ത് പോലും ആർക്കെങ്കിലും പഞ്ഞം വന്നോ? ഇല്ലല്ലോ. നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഗവൺമെൻറ് ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നു, ഗവൺമെൻറ് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു, 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നു, 3 രൂപയ്ക്ക് അരി കൊടുക്കുന്നു. ഇതെല്ലാം പറ്റിയത് എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യത്തിന് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടാണ്. ഫുഡ് ഗ്രെയിൻ ആവശ്യത്തിന് നോർത്തിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ദാറ്റ് മച്ച് ഇനഫ് സഫിഷ്യൻറ്റ് food production is there in India, mainly because of green revolution and other supportive activities implemented by the government under what we can say the 5-year planning process. അപ്പോൾ ഇന്ത്യയിൽ ഫുഡ് സെൽഫ് സഫിഷ്യൻസി കിട്ടിയത് നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സോറി കേട്ടോ, ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഡിലീറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഞാൻ നിന്നോട് ശ്രമിച്ച് നോക്കാൻ ജസ്റ്റ് പറ്റുന്നില്ല.
നമ്മൾ സൊല്ലിട്ടിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമെന്നുള്ള വഴിയുള്ളൂ. ഒരു സെക്കൻഡ്. Okay, now next we are coming to the failures. So on which fronts the planning process has failed. Okay, so we have some sound reasons point out that the planning process was that much, what we can say, targeted, or it has not produced the desired objective. At the beginning of the planning process, we imagined that we will become a USSR as a technological marvel, as an industrial powerhouse, okay, or we will achieve faster economic growth, or in other ways we will become in the United States, but nothing has occurred. Our industry remained backward, our people remained under poverty, and they were suffering from unemployment even after the lengthy process of planning from 1951 to 2017. Nothing has happened to the relative position of the Indian people compared to the position of the people of the rest of the world. ശരിയല്ലേ? ലോകത്തിലെ എല്ലാ ആൾക്കാരും അച്ചീവ് ചെയ്ത പ്രോഗ്രസ്സിൻ്റെ ആ ലെവലിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് ഭയങ്കര മീഗറാണ്. നമുക്കറിയാം 1950s നമ്മളൊക്കെ ചൈനയെക്കാളും നല്ല മെച്ചപ്പെട്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ, Chinese are enjoying a lot of advanced standard of living, higher level of income, so the entire process of planning or other economic policies are not are strong, or what we can say, not enough to realize these set objectives. Okay, so we are pointing out each and every component of the reason why the planning has not produced the desired effects. The planning process has failed to produce faster economic growth. Okay, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, നമ്മൾ എന്ത് പരിപാടി നടത്തിയാൽ പോലും അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഇതിന് കൃത്യം ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അതിനുണ്ട്. ആ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. എന്തായിരുന്നു? ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഫാസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള ഗോൾ റിയലൈസ് ചെയ്യാൻ നമുക്ക് പ്ലാനിങ്ങൂടെ പറ്റിയോ? നമുക്ക് പറ്റിയില്ല. കാരണം ഗ്രോത്ത് ഇല്ലെങ്കിൽ നെഹ്റു പറഞ്ഞ പോലെ റീഡിസ്ട്രിബ്യൂഷൻ ഇല്ല. റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിച്ചിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് സ്കീമുകളിലൂടെയും പ്രോഗ്രാമുകളിലൂടെയും ആ ഈ ടാക്സിൻ്റെ ആയിട്ടുള്ള പർച്ചേസിങ് പവർ പാവപ്പെട്ടവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഓൾറെഡി ദർ ഈസ് ലോട്ട് ഓഫ് ഇൻകം, ദി റിച്ച് ആർ വെരി ഗുഡ്, they may have lot of money to make investment, or rich lot of land, etc. So they are getting lot of income, the rich people. So they should spend, and then when it should be reached to poor sections. So for that to happen, there should be sizable economic growth. അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാതെ നമുക്ക് പുവർ പീപ്പിളിന് ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഗ്രോത്ത് വേണം. ഗ്രോത്ത് ഇല്ലായിരുന്നു പ്ലാനിങ്ങിൽ. നമുക്കറിയാം 1951 തൊട്ട് 1970 നമ്മൾ 91 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഇക്കണോമിക് ഗ്രോത്ത് ഒരു പെർ ക്യാപിറ്റൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് ഒരു 3.5% 4% മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് പെർ ക്യാപിറ്റൽ ഇൻകത്തിൻ്റെ ഒരു 6%-ലേക്കും ഒരു 7%-ലേക്ക് പെർ ക്യാപിറ്റൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് ആട്ടോ വളർന്നത്. അപ്പോൾ അത്രമാത്രം പെർ ക്യാപിറ്റൽ ഇൻകം വളരുമ്പോൾ മാത്രമേ പുവർ പീപ്പിളിലേക്ക് എന്തെങ്കിലുമൊക്കെ വരാനുള്ളൂ. നമ്മൾ അരിച്ചിറങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? അരിച്ചിറങ്ങാൻ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഇവിടെ വേണ്ടേ? ആ കണ്ടൻറ്റാണ് ഗ്രോത്ത്. ആ ഗ്രോത്ത് ഇന്ത്യയിൽ നടന്നില്ല. അതാണ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ വിചാരവും നമ്മുടെ സ്വപ്നവും നമ്മുടെ തന്ത്രവും എല്ലാം എന്തായിരുന്നു? ഹയർ എക്കണോമിക് ഗ്രോത്ത് പ്ലാനിങ് കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതാണ് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഡിഫക്റ്റ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല എന്നുള്ളത് പ്ലാനിങ്ങിൻ്റെ വലിയൊരു പരാജയം. ഞാൻ ഡിലീറ്റ് ചെയ്ത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഡിലീറ്റ് ചെയ്തു മുകളിലോട്ട് വെച്ചിട്ട്. Okay, so that was the first failure. The planning process has failed to produce faster economic growth. Economic growth was low and moderate during the plan period. India has witnessed the Hindu growth rate, which is a moderate growth rate of 3%, 3.5% of the per capita income. Economic growth rate picked up only during the 7th Five Plan. Per 7th Five Plan 1985 to 90 ഉള്ള 7th Five Plan മാത്രമേ ഇച്ചിരി എക്കണോമിക് ഗ്രോത്ത് ഒന്ന് അനക്കം വെച്ചുള്ളൂ. ഓക്കെ, ദെൻ പബ്ലിക് സെക്ടറിലെ ഇൻഡസ്ട്രിയലൈസേഷൻ ഫെയിൽ ടു ടേക്ക് ഓഫ്. നമ്മൾ പറഞ്ഞ മറ്റൊരു കോളായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല കണ്ട്. അപ്പോൾ ഇപ്പം പൊതുമേഖല
നയിക്കുന്ന വ്യവസായവൽക്കരണം ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ഇന്ത്യയിലെ വ്യവസായവൽക്കരണത്തെ സപ്പോർട്ട് ചെയ്തില്ല. അത്രമാത്രം ഒരു ഗ്രോത്ത് അവിടെ വന്നില്ല. അവരതനുസരിച്ച് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തില്ല. അവർ ഭയങ്കര ഇന്നെഫിഷ്യൻ്റ് ആയിരുന്നു പബ്ലിക് സെക്ടർ. So public sector inefficiency, their inability to adopt technology and undergo modernization, all this has suffered or it has produced adverse effect on the overall goal of the entire planning process, and industrialization never took off. Okay, the industrialization, as in the case of many developed countries, like never happened in India. In the case of USSR, I told you. Similarly, in the case of US, industrialization was a big step and a process that brought up the welfare of the people, and it was transformed the economy. കൃത്യം വാക്ക് പറയുകയാണ്, ഇതാണ് എന്താണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ, ഒരു ഇക്കോണമിക്ക് ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ ഇത് വേണം. നെഗ്ലക്റ്റ് ഓഫ് ദി SSI സെക്ടർ ഹാസ് വീക്കൻഡ് ദി ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആട്ടോ അവരെ നെഗറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ഭയങ്കര വീക്കായിപ്പോയി. സിമിലർലി ഡിസ്കറേജിംഗ് ടു പ്രൈവറ്റ് എൻ്റർപ്രൈസ് ഹാസ് റിസൾട്ടഡ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രി സെക്ടർ. അപ്പം ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ ഈ ഇൻഡസ്ട്രി പോളിസിയുടെ ഭാഗമായിട്ട് ചെറിയ റോളേ അവർക്ക് കൊടുത്തുള്ളൂ. റോളെല്ലാം പബ്ലിക് സെക്ടറിനാണ് കൊടുത്തത്. അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് എഫിഷ്യൻസി ഇല്ലായിരുന്നു, ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, നല്ല പ്രൊഡക്റ്റ് വന്നില്ല. അങ്ങനെ ഇന്ത്യയിലെ ഇൻഡസ്ട്രി സെക്ടർ ഭയങ്കര വീക്കായിപ്പോയി. ദെൻ ലൈസൻസ് രാജ് ആൻഡ് റെട്രിപ്പിസം വാസ് എ ബാക്ക്വേർഡ് ഫീച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ഡ്യൂറിംഗ് ദി പ്ലാൻ ഇയർ. എല്ലാത്തിനും ലൈസൻസ് രാജ് എന്ന് പറയും. നമ്മൾ എന്തിനു പോയാലും ലൈസൻസ് വേണം. പിന്നെ ലൈസൻസിന് അപേക്ഷിച്ച് ആ ഫയൽ അവിടെ 20 വർഷം 30 വർഷം കിടക്കും. റെട്രിപ്പിസം, എന്ത് മൂവ് ചെയ്യണമെങ്കിലും നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. കറപ്ഷൻ. സോ ഓൾ ദീസ് ആർ combined existence. You have to get license, there is a problem of retribution. To overcome, you have to pay money, that is corruption. All these three adverse factors are existing simultaneously. Okay, so these are the backward features that has produced industrial backwardness in India, and it occurred through industrial, what we can say, higher level of industrial regulation. ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായത്. ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി പബ്ലിക് സെക്ടർ വാസ് അനദർ പ്രോബ്ലം. കേട്ടോ, അപ്പം പബ്ലിക് സെക്ടറിന് എന്തുണ്ടായിരുന്നു? എഫിഷ്യൻസി ഇല്ലായിരുന്നു, അതുപോലെ തന്നെ അവർക്ക് അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ദെൻ സ്ലോ പേസ് ഓഫ് ദി സ്ട്രക്ചറൽ ചേഞ്ചസ്. സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അത് ഈ വാക്കിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യുമ്പം നമ്മൾ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലെയോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പോലെ എല്ലാ വരുമാനവും അഗ്രികൾച്ചറിൽ നിന്നായിരിക്കും. എല്ലാ ആൾക്കാരും കൃഷിയിലായിരിക്കും ജോലി ചെയ്യുന്നത്, ഭൂവുടമകളായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നർ. അപ്പം കാർഷിക കേന്ദ്രമായ ഒരു സമ്പദ്ഘടന. പിന്നെ പുതിയ പ്രൊഡക്റ്റ് വരുന്നു, ഇൻഡസ്ട്രി വരുന്നു, ഇന്നോവേഷൻ വരുന്നു, ഡെവലപ്മെൻറ്റ് വരുന്നു, R&D വരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടർ വരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവീസ് ഐറ്റംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ് സെക്ടർ. ഇതാണ് ഇക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്ട്രക്ചറൽ ചേഞ്ചാണ്. ഇക്കോണമിയുടെ ഘടന മാറുക. 75% ആൾക്കാരും അഗ്രികൾച്ചറിലായിരുന്നു, അത് ഇപ്പം കുറഞ്ഞിട്ട് ഒരു 15%. 75% വരുമാനവും ഇക്കോണമിയിൽ ഉണ്ടാകുന്ന അഗ്രികൾച്ചറിനാണ്, അത് മാറ്റിയിട്ട് ഒരു 10%. അപ്പോൾ കുറച്ച് ആൾക്കാരെ അഗ്രികൾച്ചറുള്ളൂ, കുറച്ച് വരുമാനം അഗ്രികൾച്ചറിന് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറയുന്നില്ല കേട്ടോ. ഈ സെക്ടറിലൊക്കെ റിലേറ്റീവായിട്ട് പ്രൊഡക്ഷൻ കൂടുക. നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സാധനങ്ങൾ കൂടുതൽ മേടിക്കുന്നു, നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സാധനങ്ങൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നു. സോ വി ബിക്കെയിം മാനുഫാക്ചറിങ് എക്സ്പോർട്ട് പവർ ഹൗസസ്, വി ക്യാൻ സേ മാനുഫാക്ചറിങ് എക്സ്പോർട്ട് പവർ ഹൗസസ് ലൈക്ക് ഇലക്ട്രോണിക്സ്. ശരിയല്ലേ? വെൻ അവർ ഇൻകം ഈസ് ഇൻക്രീസിങ്, വി വിൽ ബി സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് അവർ ഇൻകം ഇൻ what we can say industrial items or service items. So we have to concentrate on there. Okay, agriculture doesn't give us much employment opportunities. Okay, the real solution for the crisis in the agriculture is the industry. Okay, you have to migrate to industry, you have to create new industries, you have to innovate products, you have to develop technology, adapt technology, make R&D. Okay, it is only through this way we can undergo, the economy can undergo a structural change. ഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ ഇക്കോണമി 1700-500 അവസ്ഥയിലേക്ക് നമ്മളൊരു അമേരിക്കൻ ചൈനീസ് ഇക്കോണമിയിലേക്ക് മാറുന്നതിന് പറയുന്ന ഒരു സ്ട്രക്ചർ ചേഞ്ചസ്. അതിന് നമുക്ക് എന്ത് വേണം? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ മാറണം, നമ്മുടെ ഇൻഡസ്ട്രി സെക്ടർ മാറണം, ഇൻഡസ്ട്രി സെക്ടർ കമ്പീറ്റൻ്റ് ആണ്. സോ ഇൻഡസ്ട്രി സെക്ടർ ഷുഡ് ബി കമ്പീറ്റൻ്റ് ടു അബ്സോർബ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം excess labor from the agriculture sector, get employment in the industry sector. Still around half of the population depends upon the agriculture sector. നമ്മൾ ഓർക്കണം, ഇന്ത്യ സ്വാതന്ത്ര്യമായ 1947 75% ആൾക്കാർ അഗ്രികൾച്ചറിലായിരുന്നു. ഇപ്പോൾ അത് 50% കുറഞ്ഞിട്ടുണ്ട്. ഈ 75 വർഷങ്ങൾ കൊണ്ട്
25 വർഷം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. 1922 വരും. 75 വർഷങ്ങൾ കൊണ്ട് നമ്മൾ 25% ആൾക്കാരെ മാത്രം വേറെ എങ്ങോട്ടെങ്കിലും വിടാൻ പറ്റുള്ളൂ, അത് സർവീസ് സെക്ടറിലേക്കാണ്. എന്തുകൊണ്ടാണ്? ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റും നന്നായിട്ട് ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ല, നമുക്കതിനുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം റിലേറ്റഡ് ടു our economy as well as the structure of the economy. Okay, now poverty and unemployment remains as the most important socio-economic problem in India. നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാറുള്ളൂ, പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് നെഗറ്റീവ് ഇഷ്യൂസ് വിച്ച് വി ഹാവ് ടു അഡ്രസ് ബോട്ട്ലി. ഓക്കെ, ബോൾ തന്നെ തൻ്റെ അടുത്തോടെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ഇഷ്യൂണ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ദി പുവർ പീപ്പിൾ ഇൻ ദ വേൾഡ് ലിവ്സ് ഇൻ ഇന്ത്യ. Okay, around 30% of the poorest people in the world are living in India, mainly because India is the second largest populated economy in the world. അപ്പോൾ ഈ 30% of the people ലോകത്തിലെ ഇനിയിപ്പോൾ ഇതൊരു സൈഡാണ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മോശം ഔട്ട്കമാണ്. 30% ലോകത്തിൻ്റെ ദരിദ്രം ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും മാത്രമുള്ള ഉണ്ടെന്നുകൊണ്ട് ദാരിദ്ര്യം മാറുകയില്ല. നമുക്ക് മെഡിസിൻ വേണം, നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ വേണം. ഓൾ ദിസ് ഷുഡ് ബി അറ്റൈൻഡ്, ദെൻ ഓൺലി പോവർട്ടി ക്യാൻ ബി റിലീസ്. പോവർട്ടി എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പോലും മാറിപ്പോയി. അത് ഇക്കോണമി പ്രോഗ്രസ് ചെയ്തിരിക്കും തോറും ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് പോവർട്ടി മാറുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോറല്ലെന്ന് നമ്മൾ പറയുമോ? ശരിയല്ലേ? നമുക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം. സമൂഹത്തിന് മൊത്തം മറ്റ് സൗകര്യങ്ങളിലെ എമൗണ്ട് കൂടി, ഇപ്പം നമുക്കും അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടുതലാണ്. സോ ദി പോവർട്ടി സ്കെയിൽ ഹാസ് ബീൻ അപ്ഗ്രേഡഡ് and it has been increased. The standard of living has been increased even for the poor people. So that is one element of India's economic growth. Second is that India's per capita income is too low, $2,190 per year for an average Indian citizen, compared to $10,476 for a Chinese citizen. ഓക്കെ, നമ്മൾ വിചാരിക്കണം $2,190 പെർ ക്യാപിറ്റ ഇൻകമുള്ള ഒരു ഇന്ത്യക്കാരൻ, 1,476 പെർ ക്യാപിറ്റ ഇൻകമുള്ള ഒരു ചൈനക്കാരൻ, ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഒരു ഇന്ത്യക്കാരൻ കിട്ടുന്നതിൻ്റെ 5 ഇരട്ടി ഒരു ചൈനക്കാരൻ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. നെവർ ഫോർഗെറ്റ് ദാറ്റ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ വാസ് $390 in 1991, whereas that of a Chinese citizen was $330. Remember, 390 in India, 330 in China in 1991. So China undergone rapid industrialization. There is no alternative for industrialization. We can say a lot of excuses to avoid industries, to neglect industries, but all such excuses are backward thinking. Okay, so when you are analyzing the development of other countries, for a populated economy like India, there is no other option, only to adopt and absorb or undergo what we can say the process of industry. Then only income can be expanded. Why we remain here at 2019? Okay, 2009, and in Bangladesh, they are having a per capita income of nearly 2,100. Okay, in someday in future, Bangladesh will sideline India or defeat or push India into lower position, because in Bangladesh economy is growing at a rapid pace. അപ്പോൾ ഇത് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പാകിസ്ഥാൻ ഈസ് അറൗണ്ട് 1,900, a country where there are a lot of terrorist activities and domestic disturbance, etc. There is no democracy even in that country. The per capita income is 1,200. And Sri Lanka is an economy which was affected by internal problems for last several years. Their per capita income is $3,400, around 2 times the per capita income of India. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലോ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം അത്ര പോരാ. നമ്മുടെ ഇപ്പം ലോകത്തിലെ പെർ ക്യാപിറ്റ ഇൻകമുള്ള എല്ലാ രാജ്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 146. ഒന്നാമത്തെ സ്ഥാനം ലക്സംബർഗാണ്. ലക്സംബർഗിന് വേണ്ടി $1 ലക്ഷം മിച്ചമുണ്ടായി. $1,16,000 മിച്ചം. $1 ലക്ഷം എന്ന് വിചാരിക്കാം, ഫിഗേഴ്സ്. $1 ലക്ഷം പെർ ക്യാപിറ്റ ഇൻകം രാജ്യമുണ്ട് ലക്സംബർഗ്. നമ്മുടെ 2,190 മാത്രമാണെന്ന് വിചാരിച്ചാൽ. സോ വെൻ യു ആർ കമ്പയറിങ് the purchasing power and income of Indian citizens, over the last 75 years, under which around 65 years there were planning 1951 തൊട്ട് കണക്കൂട്ടി നോക്കി 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പ്ലാൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഈ പറയുന്ന ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു റിമാർക്കബിൾ പ്രോഗ്രസ് ഉണ്ടായില്ല. മറ്റു രാജ്യങ്ങളെല്ലാം നമ്മളെ കടന്നുപോയി. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് എല്ലാം ഡിഫറെൻറ്റാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ രീതികളെല്ലാം വ്യത്യാസമാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ദി പീപ്പിൾ, ഡിഫറെൻറ്റ് ഫോർ ദി പ്ലാനേഴ്സ്, ഡിഫറെൻറ്റ് ഫോർ ദി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. ദാറ്റ് ഈസ് വൈ വി റിമെയിൻ underdeveloped and poor. Okay. Similarly, malnutrition, another problem of among Indian children, is also very high compared to the international standards.
എന്താണ് മാൽന്യൂട്രീഷൻ? ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് മാൽന്യൂട്രീഷൻ. നമ്മളവിടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ക്ലാസ്സിൽ പറയുന്ന NSS NCCക്കാർ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ബ്ലഡ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ബ്ലഡ് കൊടുക്കാൻ പോകുന്ന 50% സ്റ്റുഡൻസിനും ബ്ലഡ് എടുക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നു. ദേ മേ ഹാവ് ദി വെയിറ്റ് ബട്ട് ദേ ആർ അനീമിക്. വൈ ദേ ആർ അനീമിക്? ബിക്കോസ് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫുഡില്ലാത്തതുകൊണ്ടാണോ? അല്ല, നമ്മുടെ ജീവിത സ്റ്റൈൽ മാറിപ്പോയി. നമ്മൾ കൂടുതലും ഡിജിറ്റലായിട്ട് ജീവിക്കുക. നമ്മൾ ഫുഡ് സമയത്ത് കഴിക്കുന്നില്ല. മൊബൈൽ ഫോണിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടിയിരുന്നു. സോ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നടത്തുമ്പോൾ അതിൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരിക. ഡ്യൂറിങ് ദാറ്റ് ടൈം വി ഈവൻ അവോയ്ഡ് ഫുഡ്, proper food at the correct time. That never happens, when you are using mobile phones and other instruments for a long time. Even if a person like me or for you, I'm not an exemption. So for all people, we are used to take junk foods. എന്താണ് ജങ്ക് ഫുഡ്? ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽത്തിന് ഉപകാരമില്ലാത്ത ബേക്കറി പ്രോഡക്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. ഏറ്റവും സാധനം എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്ത് സിറ്റുവേഷൻ മോശമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കോവിഡ് പോലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് തിരിച്ചറിയുന്നു. സോ ദ പ്രോബ്ലം ദാറ്റ് ടൈം, when around 50% of the students are unable to provide blood even though they have the sufficient weight, it became a big problem. ഇതൊരു 10 വർഷം മുമ്പ് NCC നമ്മുടെ കോളേജിൽ ഇങ്ങനെ ബ്ലഡ് എടുത്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. അന്ന് കൂടുതൽ ബ്ലഡ് കൊടുക്കാൻ പറ്റാതിരുന്നത് ടീച്ചേഴ്സിനായിരുന്നു. ഇന്ന് കൂടുതൽ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് ടീച്ചേഴ്സിനാണ്. അന്ന് കൂടുതൽ ബ്ലഡ് കൊടുത്തത് സ്റ്റുഡൻസ് ആയിരുന്നു. During that time there was no that much use of mobile phones. So mobile phones and our food intake has strong correlation. We avoid taking food at the right time or right quality of the food, or what we can say good food. നമ്മൾ ആവശ്യത്തിന് വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട്സ്, അതല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കി വരും. ഈ പപ്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ച് വയറ് നിറച്ച് നമ്മുടെ വയറിൻ്റെ തൽക്കാല പ്രശ്നമായി ഇതാണല്ലോ അങ്ങ് ഒഴിവാക്കിയുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ പ്രോബ്ലം. സോ ലൈക്ക് ദാറ്റ് മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഫുഡില്ല. നമ്മുടെ അവസ്ഥയല്ല, നോർത്ത് ഇന്ത്യയിലെ അവസ്ഥയാണ്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വരും. കുട്ടികൾക്ക് വെയിറ്റ് ഇല്ല. ഇന്ത്യയിലെ 40% കുട്ടികളിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ല, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. Okay, among children is also very high compared to international. Rising prices, unemployment and persisting inequality are some of other demerits of the planned development. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. And India remained as a closed economy during the plan era. Closed economy എന്ന് പറഞ്ഞാൽ എന്നറിയോ? ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തെ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട, വിദേശത്തെ പ്രൊഡക്റ്റുകൾ നമുക്ക് വേണ്ട. എന്താണ് കാരണം? അത് ആളുകൾ മേടിക്കും. അത് മേടിക്കുന്നുണ്ട്, അതിന് ക്വാളിറ്റി കൂടുതലാണ്, പ്രൈസ് കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രൈസ് കുറവ്? അല്ല, നമുക്ക് ആൾക്കാർ മേടിക്കാത്ത, അതിന് പ്രൈസ് കൂടുതലാണ്, ക്വാളിറ്റി കുറവാണ്. സോ വൈ ഇറ്റ് ഹാപ്പൻസ്? ബിക്കോസ് ഇന്നോവേഷൻ ഡസൻറ്റ് occur in India. Technological adaptation never happens in India. Because of reason, we would like to raise some protection, give some protection to our industries. അപ്പോൾ 75 വർഷത്തെ ശ്രമഫലമായിട്ട് നമ്മുടെ വ്യവസായങ്ങൾക്ക് എന്തില്ല? എഫിഷ്യൻസി ഇല്ല, ക്വാളിറ്റി ഇല്ല, പ്രൈസ് അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. ദാറ്റ് പ്രോബ്ലം വി ഹാവ് ടു ബി അഡ്രസ്ഡ്. സോ ദാറ്റ് പ്രോബ്ലം വാസ് നോട്ട് ബീങ് അഡ്രസ്ഡ് അണ്ടർ ദ പ്ലാനിങ് മെക്കാനിസം. ഓക്കെ, മേജർ വീക്ക്നെസ് പ്ലാൻ പീരിയഡ്, പുവർ കോമ്പറ്റീഷൻ, പ്രൊഡക്റ്റ് ക്വാളിറ്റി, high protection, domestic industry in the format of closed economy, okay, has made Indian products less competitive and low in quality. Okay, so all these were problems related with the what we can say the planning process. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിനോട്ട് ഇച്ചിരി സ്പെല്ലിംഗ് എറർ ഒക്കെ ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല കോപ്പി തന്നെ എടുത്തിടാം. പിന്നെ ഒരു കാര്യം, ഇന്നലെ എനിക്ക് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരാനോ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത വീഡിയോ റെക്കോർഡായില്ല. അപ്പോൾ റെക്കോർഡില്ലാത്തതുകൊണ്ട് ഞാൻ അസൈൻമെൻറ്റ് വേണ്ടെന്ന് തീരുമാനിച്ചു. ഇന്ന് ഇടാൻ നോക്കാം, റെക്കോർഡാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, നീതി ആയോഗ്. കേട്ടോ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി ആയോഗിൻ്റെ ഫങ്ഷൻ എന്താണ്, അതുപോലെ തന്നെ നീതി ആയോഗ് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നടത്തുന്നത്, ഇതൊക്കെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നീതി ആയോഗിന് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നോട്ടെ. ഇന്ത്യയിലെ ഒരു ഇക്കണോമിക് പോളിസിയെക്കുറിച്ചുള്ളൊരു ഇൻ്റലക്ച്വൽ വർക്ക് നടത്തിയിരുന്ന ജോലിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ് വേറൊരാൾ അപ്പോയിൻ്റ് ചെയ്യപ്പെടും,
ഒരു ഭയങ്കര നോളജബിൾ പേഴ്സൺ. പിന്നെ പ്ലാനിങ് അവസാനിച്ചപ്പോൾ പ്ലാനിങ് കമ്മീഷനെ പിരിച്ചു വിട്ടു. പകരം പ്ലാനിങ് കമ്മീഷൻ ചെയ്ത അതേ ഇൻ്റലക്ച്വൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡിയെ ക്രിയേറ്റ് ചെയ്തു. അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഓർ നീതി ആയോഗ്. ഓക്കെ, അപ്പം നീതി ആയോഗ് എന്താണ് ചെയ്യുന്നത്? നീതി ആയോഗ് ഇങ്ങനെ ഒത്തിരി വർക്കുകൾ നമുക്ക് ചെയ്തു തരും. നമ്മുടെ ഇൻ്റലക്ച്വലായിട്ട് ഇക്കോണമിയെക്കുറിച്ചുള്ള വിഷൻ ഇവരുണ്ടാക്കും. ഓരോ സെക്ടറിനെ കുറിച്ചുള്ള ഇഷ്യൂസ് ഇവർ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇവർ അത്രയും ഇൻഡെക്സ് ഒക്കെ ഉണ്ടാക്കും, ഇക്കണോമിക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും, ഗവൺമെൻറ് ഒത്തിരി സജഷൻസ് കൊടുക്കും. ഇതെല്ലാം ഇവരുടെ ജോലിയാണ്, ആരുടെ? നീതി ആയോഗിൻ്റെ ജോലി. അപ്പോൾ നീതി ആയോഗ് അങ്ങനെ ഒരു ഇക്കണോമിക് ഇൻ്റലക്ച്വൽ ബോഡിയാണ്. പ്ലാനിങ് കമ്മീഷൻ ചെയ്താൽ ജോലിയാണ് ഇത്. പ്ലാനിങ് ഇല്ല, അതാണ്. പ്ലാനിങ് കമ്മീഷൻ പ്ലാൻ നടത്തുന്നതിന് പൈസയൊക്കെ അലോക്കേറ്റ് ചെയ്തു, ഇവരതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, now one major institution shift took place at the top of India's economic management was the replacement of the planning commission with the Niti Aayog. The planning commission provided the intellectual work for the running of a plan since its inception in 1950, but with the discontinuation of the planning processes, the newly established Niti Aayog will carry forward the work of the planning commission. Okay, Niti Aayog or National Institution for Transforming India was founded on 1st January 2015. It has been created to serve as the policy think tank of the government of India. As in the case of planning commission, the prime minister is the chairperson of the Niti. Okay, പിന്നെ ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? ഫങ്ഷൻസ് പറയുന്നത് the institution plays a leadership role in policy making in the central government, works closely with the state governments, serves as a knowledge hub and monitors progress in the implementation policies and programs of the government of India. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് പോളിസി മേക്കിങ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഉപദേശിക്കുക, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുക, പിന്നെ ഒരു നോളജ് ഹബ്ബായിട്ട് കൂടുതൽ ഇക്കോണമിയെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ ഇക്കോണമിയുടെ പ്രോഗ്രസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതെല്ലാമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വിത്ത് റെലവൻറ്റ് സ്ട്രാറ്റജിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് അക്രോസ് ദി സ്പെക്ട്രം ഓഫ് കീ പോളിസി എലമെൻറ്റ്. ഈ ഓരോ പോളിസി എലമെൻസിൻ്റെയും സെൻട്രലിനെയും സ്റ്റേറ്റിനെയും അഡ്വൈസ് ചെയ്യുക, സ്ട്രാറ്റജിക് ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക, ഇതൊക്കെ അവരുടെ ജോലി. ദീസ് ഇൻക്ലൂഡ് മാറ്റേഴ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഓൺ ദി ഇക്കണോമിക് ഫ്രണ്ട്, ഡിസമിനേഷൻ ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ് ഫ്രം വിത്തിൻ ദി കൺട്രി ആൻഡ് ഫ്രം അതർ നേഷൻസ്. രാജ്യത്തിനകത്ത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രാക്ടീസ്, മറ്റ് രാജ്യങ്ങളിലെ ബെസ്റ്റ് പ്രാക്ടീസ്, ദി ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ പോളിസി ഐഡിയാസ് ആൻഡ് സ്പെസിഫിക് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ഫങ്ഷൻസ്. നിധി ഹാസ് ദി മാൻഡേറ്റ് ടു ഡിസൈൻ സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടൈം പോളിസി, പ്രോഗ്രാം ഫ്രെയിംവർക്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ഫോർ ദി ഗവൺമെൻറ്. ഇറ്റ് ഹാസ് ടു മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ദി പ്രോഗ്രസ് ആൻഡ് എഫിഷ്യൻസി. ഫോളോയിങ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി NITI: design policy and program framework, monitoring and evaluation, act as a resource center for and knowledge hub, fostering cooperative federalism. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ഇക്കണോമിക് പ്രോഗ്രാംസ് ഫ്രെയിംവർക്കും ഒക്കെ ഡിസൈൻ ചെയ്യുക, നിലവിലുള്ള പ്രോഗ്രാംസിനെ മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഒരു നോളജ് ഹബ്ബായിട്ട്, റിസോഴ്സ് സെൻറ്ററുമായിട്ടും നോളജ് ഹബ്ബായിട്ടും. ഇതൊരു ഇൻ്റലക്ച്വൽ വർക്കാണെന്ന് നമുക്ക് കേൾക്കുമ്പോഴറിയാലോ ഉള്ള ആക്ടിവിറ്റി നടത്തുക. അതാണ് ഇവരുടെ അടുത്ത ഫങ്ഷൻ. ദെൻ കോപ്പറേറ്റീവ് ഫെഡറലിസം. കോപ്പറേറ്റീവ് ഫെഡറലിസം സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ എന്താവുക, സ്റ്റേറ്റിനെയും രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഇക്കണോമിക് പ്ലാനിങ്ങിൽ ഇക്കണോമിക് പോളിസി ഡിസിഷനിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ എന്താ പറയുക ഹാർമണൈസ് ചെയ്യുക, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആക്ടിവിറ്റി ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുക. അതിനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് ഫെഡറലിസം. എല്ലാവരും കൂടെ സെൻട്രലും സ്റ്റേറ്റുകളും യൂണിറ്ററിസം കൂടെ ഒരുമിച്ച് മുന്നേറുക, ഇക്കണോമിക് ആയിട്ടുള്ള ചില ഗോൾസ് റിയലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ഫങ്ഷൻസ്. ഓക്കെ, ബാക്കി നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബൈ. നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പോകുന്നതിന് മുമ്പ്. നാളെ നമുക്ക് കോളേജിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഗസ്റ്റ് ലെക്ചറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് പോകേണ്ടതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുമല്ലോ കേട്ടോ. നാളെ നമ്മുടെ ഓപ്പൺ കോഴ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച കാണാം. Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir.